കെ കെ ശൈലജ ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, ഗുരുതരമായ ഒരു തെളിവ് കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്ക് എതിരെ ഉള്ള തെളിവാണ്. ഇതുവരെ ഉയർന്ന ആരോപണങ്ങളിലൊന്നും മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ആ ഇടയ്ക്കാണ് ഗുരുതരമായ ഒരു പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവ് കൂടി പുറത്തു വരുന്നത്. എങ്ങനെ കാണുന്നു അതിനെ? എന്തൊരു നാണം കെട്ട കാര്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാർ ആര് ചെയ്താലും ഇത് വലിയ കുഴപ്പമാണ്. ഒരു ജനപ്രതിനിധിയും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനും ഇങ്ങനെ ചെയ്തത് എത്ര മോശമായിട്ടാണ് കാണേണ്ടത്. പക്ഷെ കോൺഗ്രസിന് അതൊന്നും ഒരു വിഷയമല്ല. ഇത് കഴിഞ്ഞ തവണ തന്നെ ഒരു പെൺകുട്ടി പറയുന്നത് നമ്മൾ കേട്ടില്ലേ, ഇങ്ങനെ എനിക്ക് പേടിയാണ്, പോയിട്ട് ഗർഭഛിദ്രം നടത്താനേ, ഒന്നും പേടിക്കണ്ട, പോയിക്കോളാനാണ് പറഞ്ഞത്. ചിലർ പറയുന്ന ആ പെൺകുട്ടി പോയിട്ടല്ലേ എന്നാ. കല്യാണം കഴിക്കാന്നൊക്കെ വിശ്വസിപ്പിച്ച് പെൺകുട്ടികളെ വഞ്ചിക്കുക, എന്നിട്ട് ഗർഭിണിയാകുമ്പോൾ അവരെ ഉപേക്ഷിക്കുക. അത് ഒരാളെയാണെങ്കിൽ വേണ്ടില്ല, എത്ര പെൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പോ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് ഒരു സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അയാളെയും കൂട്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടക്കുന്നത്. ഇപ്പോ ഇവർക്ക് എന്താ പറയേണ്ടതെന്നറിയാം, യാതൊരു ധാർമ്മികതയുമില്ല ഇവർക്ക്. ആ പെൺകുട്ടിയുടെ ശബ്ദം ഞാനും കേട്ടു ഇപ്പൊ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. എന്തൊരു സങ്കടത്തിലാണ്. എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഗർഭിണിയാവാൻ തയ്യാറായത് എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിന് തീരെ സുഖമില്ലാത്തതുപോലെ എന്റെ ശബ്ദം ആ പെൺകുട്ടിയെന്ന് എനിക്കറിയില്ല കേൾക്കുന്നത്. അപ്പൊ അതെല്ലാം എന്തൊരു വഞ്ചനയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെ പേരിന് കോൺഗ്രസിന് പുറത്താക്കി എന്ന് പറഞ്ഞു. ഏത് കോൺഗ്രസിന് പുറത്താക്കി? ഈ ഇലക്ഷന്റെ സമയത്ത് മുഴുവൻ കോൺഗ്രസിന്റെ കൂടെ നടക്കുകയല്ലേ, സ്ഥാനാർത്ഥികളുടെ ഒക്കെ കൂടെ നടക്കുന്നത് കണ്ടല്ലോ. അപ്പോ ഇത് ഒരു ധാർമ്മികത ഇല്ലാതായിട്ട് കോൺഗ്രസ് മാറി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികൾ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കേസ് കൊടുക്കാത്തത്. അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ തന്നെ വളരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കൊന്നുകളി എന്നൊക്കെ പറയുമ്പം ശരി, വളരെ നന്ദി ശ്രീ കെ കെ ശൈലജ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. നമുക്ക്